32 ആന വരെ അണിനിരക്കുന്ന ഒരു പൂരത്തിനാണ് കേട്ടോ ഞാനിന്ന് പോകുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അച്ഛൻ റെഡിയായി, അമ്മയും ഞാനും റെഡിയായി, അനിയത്തിമാരും റെഡിയായി. നമ്മളങ്ങനെ ഒരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായി പോയി. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. ഓട്ടോ പകുതി വരെ പോയുള്ളൂ, കാരണം നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തെത്തി. ആയിരങ്കണ്ണി പൂരം എന്നറിയപ്പെടുന്നത് പൂരത്തിനാണ് കേട്ടോ നമ്മൾ പോയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വേപ്പുണ്ട്. അതിന് ഈ പൂരമുള്ള ദിവസം തീരെ കയ്പുണ്ടാവില്ല എന്നാണ് വിശ്വാസം. എൻ്റെ അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി പോയിട്ട് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇതോടുകൂടെ ആഗ്രഹം ഞാൻ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പാനിപ്പൂരി വാങ്ങിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം. അതുവരെ ഞാൻ ഓക്കെയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വളക്കടയിൽ പോയി അനിയത്തിമാർക്കും അമ്മയ്ക്കൊക്കെ വള വാങ്ങിയിട്ടോ. അമ്മയ്ക്ക് കുപ്പിവള, അനിയത്തിമാർക്ക് ഈ കാണുന്ന വളകളൊക്കെയാണ് വാങ്ങിയത്. പിന്നെ ഇവിടെ ഒഴിച്ചുകൂടാനാത്ത ഒരു ഐറ്റമാണ് അല്ലേ ഇത്. അപ്പോൾ ഇതും വാങ്ങിയിട്ട് പോയി. പിന്നെ അനിയത്തി പൂച്ചേനെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു ആമക്കുട്ടനെ വാങ്ങിയിട്ടോ. കുറേ നാളായി പറയുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പിടിച്ച് നേരെ തിരിച്ചു. വീട്ടിലെത്തിയേ പാടെ തുടങ്ങിയ വൊമിറ്റിംഗ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. വേണ്ട എന്നൊരു 100 തവണ പറഞ്ഞതാ, പക്ഷെ ഞാൻ കേട്ടില്ല. പണിയായിരുന്നു വാങ്ങി. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.